سلامة للكبير رضي الله تعالى قال رسول الله صلى الله عليه وسلم إن من أشراط الساعة أن يتضرع عبر المسجد الإمامة رسول الله صلى الله عليه وسلم പറഞ്ഞു അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഒരു പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി കൂടുന്ന ആളുകൾ ഇമാമത്തിൻ്റെ കാര്യം തട്ടിക്കളിക്കുക എന്നുള്ളത്. അതായത് നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ വരും, നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഇമാമം നിൽക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെ തട്ടിക്കളിക്കും, നീ നിൽക്കുക, നീ നിൽക്കുക, അവൻ നിൽക്കുക, മറ്റോ നിൽക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും. അവസാനം ഇമാമം നിൽക്കാൻ ആളില്ലാതെ ഒരവസ്ഥ പള്ളിയിലുണ്ടായിട്ടില്ല. നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ അവസ്ഥ എത്തിയിട്ടില്ല. ഇന്ന് ഇമാമം നിൽക്കാൻ ആളുണ്ട്. കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇമാമം നിൽക്കാൻ പോലും പള്ളിയിൽ ആളില്ലാത്ത അവസ്ഥ വരും. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, എൻ്റെ സമുദായത്തിനൊരു കാലഘട്ടം വരാനുണ്ട്, യജിത്തമിഊന ഫീഹി, ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടും നിസ്കരിക്കാൻ വേണ്ടി, വയസ്സല്ലൂന ഫിൽ മസാജിദ്, നമസ്കരിക്കുകയും ചെയ്യും പള്ളിയിൽ, വലൈസ ഫീഹി മുഅ്മിൻ, ആ നിസ്കരിച്ച കൂട്ടത്തിൽ ഒരാൾ പോലും മുഅ്മിനായിരിക്കില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പള്ളിയുണ്ട്, നിസ്കാരമുണ്ട്, പക്ഷെ ആ നിസ്കരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഈമാനുള്ള ഒരാൾ പോലും ഉണ്ടാവില്ല. ഈ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകരുത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇൽമിനെ പ്രോത്സാഹിപ്പിക്കണം, ആലിമീങ്ങൾ ഉണ്ടാകണം. ഇൽമുണ്ടെങ്കിലേ ദീൻ നിലനിൽക്കൂ. അൽഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഇൽമാണ്. ഈ വൈദ്യുതി ഉള്ളതുകൊണ്ടാണ് ഈ ലൈറ്റ് പ്രകാശിക്കുന്നത്. വൈദ്യുതി ഇല്ലെങ്കിൽ ലൈറ്റ് പ്രകാശിക്കില്ല. ഈ വൈദ്യുതിക്ക് എന്ത് സ്ഥാനമുണ്ടോ, ഈ സ്ഥാനമാണ് ദീൻ ഇവിടെ നിലനിൽക്കുന്ന വിഷയത്തിൽ ഇൽമിനും ആലിമീങ്ങളും കൊണ്ടും. ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ, അറിവുള്ള ആളുകളുണ്ടെങ്കിൽ ഇമാമത്തിൻ്റെ ആളുണ്ടാവുക. ഇപ്പോൾ നമുക്ക് ആ ക്ഷാമമില്ല. ഇപ്പോൾ ഇൽമിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയാണ് സമുദായത്തിൽ നിന്ന് കണ്ടുവരുന്നത്. അതുകൊണ്ട് ആലിമീങ്ങൾ കുറയാണ്. ആലിമീങ്ങൾ പോലും അവരുടെ മക്കളെ ആലിമീങ്ങളാക്കുന്നില്ല. അങ്ങനെ ഈ രംഗം വല്ലാത്ത പ്രയാസമുള്ള രംഗമാണിത്. അതുകൊണ്ട് നമ്മളായിട്ട് ഇൽമിനെയും ആലിമീങ്ങളെയും നിരുത്സാഹപ്പെടുത്തരുത്. ഈ രംഗം തളർത്തിക്കളയരുത്. ആലിമീങ്ങൾ ഉണ്ടാകണം, ദീൻ നിലനിൽക്കണം, ഇമാമത്തിന് ആളുണ്ടാകണം. അല്ലെങ്കിൽ വിവരക്കേട്, ജഹ്ല് വർദ്ധിക്കും. അതനുസരിച്ച് ഉമ്മത്ത് വഴികേടിലായി അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാനും ഹിദായത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും സ്വർഗ്ഗവും നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈഹി.